ഒരു പകൽക്കാലവും കൂടി ആരക്കുന്നൻ ദേശത്ത് കർത്താവിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം മനസ്സിലേക്ക് കാണിച്ചതുകൊണ്ട് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ ഈ ദേശത്തോട് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ, ആ സന്ദേശം അല്പസമയം ശ്രവിക്കുവാനും പ്രിയമുള്ളവരെ എല്ലാവരെയും അല്പസമയത്തേക്ക് ക്ഷണിക്കുന്നു. കർത്താവിനവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിനു മുമ്പ് ഒരു ഗാനം ആലപിക്കും. പാടിക്ക് ഡയറക്റ്റ് ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും കാതനു നന്ദി, ഇല്ലാതെ സ്നേഹിക്കും കാതനു നന്ദി, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു, എന്നെ ഓമനയായി കരുതുന്നു. അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു, എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവനെനിക്കായി തിരഞ്ഞിടുന്നു, എന്നെ ഓമനയായി കരുതുന്നു. അജഗണങ്ങളെ കാത്തിടുന്നവനെനിക്കായി തിരഞ്ഞിടുന്നു, എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം നിത്യസ്നേഹം.
ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഈ ആരക്കുന്നം ദേശത്ത് സംസാരിപ്പാൻ കർത്താവ് നൽകി തന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. അല്പസമയത്തേക്ക് ദൈവവചനം ശ്രവിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരുടെ എല്ലാം ശ്രദ്ധയെ ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കാരണം ഒരു ദിവസം അനേക സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. നാം അനേക സന്ദേശങ്ങൾ കേട്ട് ജീവിക്കുന്നവരും ഓരോ ദിവസവും പിന്നിട്ട് പോകുന്നവരുമാണ്. നാം ഒരു ദിവസം ജനിച്ചു, അതിനുശേഷം നാം മരണത്തിലേക്ക് നടന്നു പോകും. എന്നാൽ മരണത്തിൽ നിന്ന് ജീവനിൽ പ്രവേശിക്കുന്ന സന്ദേശം നാം ഒരിക്കലും പലപ്പോഴും കേട്ടിട്ടുണ്ടാകത്തില്ല. എല്ലാവർക്കും മരണത്തിൽ നിന്ന് ജീവനിൽ പ്രവേശിക്കുന്ന സന്ദേശമാണ് നമുക്ക് ആവശ്യം. കാരണം നാം ഈ ഭൂമിയിൽ വന്നിട്ട് അവസാന കാലം അടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു മരിക്കാതിരുന്നെങ്കിലും. പ്രിയമുള്ളവരെ, എന്നാൽ ഒരുവൻ മൂലം മരണം ലോകത്തിൽ കടന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം മരണത്തെ നീക്കി ജീവനിൽ നാം അധികമായി വാഴുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നാം മരണം വിട്ട് ജീവനിൽ പ്രവേശിക്കേണ്ടതിന് അതെങ്ങനെ സാധ്യമാകും എന്നറിയേണ്ടതിന് വേണ്ടി അല്പസമയത്തേക്ക് നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ സ്നേഹത്തിൽ ഈ സന്ദേശം ശ്രമിക്കുവാൻ ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിനാധാരമായി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച്. ഒരിക്കൽ കൂടി, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. കർത്താവ് 2000 വർഷം മുമ്പ് പാലസ്തീനിൽ അങ്ങോളം ഇങ്ങോളം നന്മ ചെയ്തും ദൈവരാജ്യം സുവിശേഷിച്ചും കൊണ്ട് നടന്നപ്പോൾ കർത്താവിന്റെ മെസ്സേജിന്റെ ഹെഡിങ് ആയിരുന്നു ദൈവരാജ്യം എന്നുള്ളത്. പ്രിയമുള്ളവരെ, കർത്താവ് തനിക്ക് മുമ്പേ വന്ന സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായി എന്നറിഞ്ഞപ്പോൾ കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയതാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. എന്തിന്റെ കാലമാണ് തികഞ്ഞത്? ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ കാലം, അഥവാ ദൈവഹൃദയത്തിൽ ലോകത്തെക്കുറിച്ചുള്ള എത്ര ഡേറ്റ് ഉണ്ടോ അതിനെക്കുറിച്ചുള്ള കാലത്തിന്റെ തികവ്. 2, മരണത്തെ ഈ ലോകത്ത് നിന്ന് നീക്കേണ്ടതിന്റെ കാലത്തിന്റെ തികവ്, ജീവന്റെ കാലത്തിന്റെ തുടക്കം. ഇതെല്ലാമാണ് കർത്താവ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുവാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ ഈ വാക്യത്തിൽ നിന്ന് അല്പസമയം കർത്താവിന്റെ സന്ദേശം പറയുവാൻ ഞങ്ങൾ കർത്താവിനെ ആശ്രയിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. അതിന്റെ അർത്ഥം ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യത്വ വ്യവസ്ഥകളും അവസാനിച്ചിട്ട് മറ്റൊരു രാജ്യത്വം ഇവിടെ സ്ഥാപിതമാകാൻ പോകുന്നു. അത് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു, അഥവാ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും അതിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ അതിൽ പ്രവേശിക്കേണ്ടത് മാനസാന്തരത്തിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നും മാനസാന്തരം സുവിശേഷത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതും കർത്താവ് അന്ന് പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ദൈവരാജ്യം എന്നാൽ ഈ ലോകത്ത് അനേക രാജ്യങ്ങളും രാജ്യത്തെ ഭരണവ്യവസ്ഥകളും ഉണ്ട്. ഇന്ത്യയിലും ഒരു ഭരണവ്യവസ്ഥയുണ്ട്. എന്നാൽ ഹല്ലേലൂയ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണമേ, ദൈവരാജ്യം എന്നത് ദൈവം വാഴുന്ന, ദൈവം ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന സന്ദേശമാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഈ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ ഈ സുവിശേഷം കേട്ട് ഇതിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഏവർക്കും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അനുവാദം തന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ പ്രവേശിക്കണം എന്നുള്ളത് കർത്താവ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഈ ലോകത്ത് അനേക
അനേക നിയമങ്ങളുണ്ട്. അത് ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കുവാൻ വേണ്ടി രാജ്യം ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങളാണ്. ഇന്ത്യയിലെ നിയമമല്ല വിദേശത്തുള്ളത്. അതുപോലെ ഇന്ത്യയിൽ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം ഒരു മനുഷ്യൻ ജീവിക്കുവാൻ. അതുപോലെ ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ പ്രവേശിക്കണമെങ്കിൽ അവന് ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ അതിലേക്ക് പ്രവേശനം സാധ്യമാകൂ. അതുകൊണ്ട് സ്വർഗത്തിലെ അദൃശ്യനായ ദൈവം അഥവാ കർത്താവ് നമ്മളോട് പറഞ്ഞ സ്വർഗത്തിലെ പിതാവ് നമ്മളോട് അറിയിക്കുന്ന സന്ദേശമാണ് ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ പ്രവേശിക്കണമെന്ന്. ഈ ലോകത്ത് അനേക സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നവരാണ്. ഇലക്ഷൻ അടുക്കുമ്പോൾ അനേക പാർട്ടിക്കാർ നമ്മെ സമീപിക്കുന്നവരാണ്. അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം, ഇവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമീപിക്കുന്നവരാണ്. കാരണം നാം വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അവർ ജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഭരണത്തിൽ കയറുവാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി അനേകം മോഹന വാഗ്ദാനങ്ങൾ നൽകി നമ്മെ അതിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തെ ഭരിക്കുവാനല്ല. ദൈവരാജ്യത്തിൽ ഭരിച്ചുകൊണ്ട് നമ്മെ എല്ലാവരെയും ദൈവത്തിന്റെ രാജ്യത്തിലെ ഭരണകർത്താക്കളായി ദൈവം ക്ഷണിക്കുകയാണ്. അഥവാ ദൈവത്തിന്റെ മകനും മകളുമായി തീരുവാൻ ദൈവം നമ്മെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ ദൈവത്തിന്റെ മകനും മകളുമായി നാം തീരേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ പ്രവേശനം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹല്ലേലൂയ, ഇപ്രകാരം വചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. എന്താണ് മാനസാന്തരം? കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്തിനാണ് ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത്? പ്രിയമുള്ളവരെ, എന്താണ് മാനസാന്തരം? താൻ പോകുന്ന വഴി, അല്ലെങ്കിൽ താൻ ഇത്ര നാളും ജീവിച്ചിരുന്ന ജീവിതം ശരിയല്ല എന്ന് തോന്നുന്നിടത്ത് ശരിയിലേക്ക് മടങ്ങി വരുന്നിട്ട് ശരി ആരംഭിക്കുന്നിടത്താണ് മാനസാന്തരം തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണമേ, ഇത്ര നാളും ഞാൻ ജീവിച്ചത് തെറ്റായ ഒരു മാർഗത്തിലൂടെയാണെങ്കിൽ ശരിയായ ഒരു മാർഗം ഞാൻ കേട്ട് കഴിയുമ്പോൾ ആ മാർഗത്തിലേക്ക് മടങ്ങി വന്ന് ഞാൻ ആ മാർഗത്തിലൂടെ ജീവിക്കുന്നതിനാ മാനസാന്തരം എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത്. പ്രിയമുള്ളവർ, ശ്രദ്ധിക്കണമേ, അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കണമെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ചിരിക്കണം. എന്താണ് വീണ്ടും ജനനം? കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ ഉപദേഷ്ടാവായ നിക്കോദേമോസ് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവേ, വൃദ്ധനായ ശേഷം എങ്ങനെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കുമെന്ന്. കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ സ്വർഗത്തിലുള്ളത് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നതെല്ലാം ജഡമാകും, ആത്മാവിൽ നിന്ന് ജനിക്കുന്നതെല്ലാം ആത്മാവാകുന്നു. കാറ്റ് അത് ഉത്ഭവിക്കുന്ന ഇടം നമ്മൾ അറിയുന്നില്ല, അത് അവസാനിക്കുന്ന ഇടവും അറിയുന്നില്ല. അതുപോലെയാണ് ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നതും. എന്നാൽ ഈ ലോകരാജ്യത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നത് എല്ലാവരും അറിയുന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത് ദൈവമാണ് അറിയുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഒരു കുഞ്ഞൊരു അമ്മയുടെ ഉദരത്തിൽ എന്താണ് വീണ്ടും ജനനമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിലും ഈ ലോകത്തിൽ ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നത് പോലെ തന്നെയാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനവും. എന്താണ് വീണ്ടും ജനനം എന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ഈ ലോകത്തൊരു ഡോക്ടർ അതിനെ സാക്ഷ്യപ്പെടുത്തും, ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി. എന്നാൽ നമ്മൾ ആരും അതിനെ ജനിച്ചു എന്ന് എന്ത് ചെയ്യാറില്ല, സാക്ഷ്യപ്പെടുത്താറില്ല. എന്നാൽ 10 മാസങ്ങൾക്ക് ശേഷമാണ് ആ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തും. അതുപോലെ അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുമ്പോൾ തന്നെ കുഞ്ഞ് ജനിച്ചതാണ്. എന്നാൽ 10 മാസങ്ങൾക്ക് ശേഷമാണ് ലോകം സാക്ഷ്യപ്പെടുത്തുന്നത് ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു എന്നുള്ളത്. അതുപോലെ നാം ഈ ലോകത്ത് ജനിച്ച് 70, 80, 90, 100 വയസ്സ് വരെ നാം ജീവിച്ചെന്നിരിക്കാം. എന്നാൽ നാം വീണ്ടും ജനനത്തിലൂടെ, അഥവാ നാം ആത്മാവിൽ ഒരു വീണ്ടും ജനനത്തിലൂടെ മാത്രമേ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം സാധ്യമാകുന്നുള്ളൂ. ഈ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്ന വീണ്ടും ജനനത്തെ കുറിച്ച് വചനം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുകയും
സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എന്നാൽ നാം പലപ്പോഴും ഈ സ്നാനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതൊരു മതപരിവർത്തനമാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയിരിക്കാം. പ്രിയമുള്ളവരെ, ബൈബിൾ അല്ലെങ്കിൽ ദൈവവചനം ഒരു മതപരിവർത്തനത്തിന്റെ സന്ദേശമല്ല, ഒരു മതത്തിന്റെ ഗ്രന്ഥവുമല്ല, ദൈവത്തിന് മതവുമില്ല. ദൈവം ഏത് ജാതിയിൽപ്പെട്ടവനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. വീണ്ടും ജനം അല്ലെങ്കിൽ സ്നാനം എന്ന് വെച്ചു കഴിഞ്ഞാൽ പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരമായി എഴുതിയിരിക്കുന്നത്, സ്നാനം എന്നത് ഇപ്പോൾ ശരീരത്തിന്റെ അഴുക്ക് കളയുന്ന ഒരു പ്രവൃത്തിയായിട്ടല്ല, ദൈവത്തോട് ഒരു നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയത്രേ കഴിക്കുന്നത്. നിങ്ങളോട് ശ്രദ്ധിക്കണമേ, സ്നാനം എന്നതോ ഒരു മതത്തിൽ ചേർക്കുന്ന പ്രോഗ്രാം അല്ല, അല്ലെങ്കിൽ കുളിക്കുന്ന പ്രോഗ്രാം അല്ല, ശരീരത്തിന്റെ അഴുക്ക് കളയുന്ന പ്രവൃത്തിയല്ല. ദൈവത്തോട് ഒരു നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ് നാം ദൈവത്തോട് കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് LKG തൊട്ട് 10ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിച്ചതിന് ശേഷം ആ കുഞ്ഞ് നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്കൂളിലുള്ളവർക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും തലവേദനയായി ജീവിച്ചതിന് ശേഷം ആ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ചവൻ മടങ്ങുമ്പോൾ ആ ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ തന്നിട്ട് ഹെഡ് മാസ്റ്ററോട് പറയും, സാറേ എനിക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തരണം. ആ സാറ് കൊടുക്കുമോ? പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് നാം നമ്മുടെ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് നിരന്തരം പാപം ചെയ്ത് ജീവിച്ചിട്ട് അവസാനം നാം ദൈവത്തോട് പറയുക, ദൈവമേ എനിക്കൊരു നല്ല മനസ്സാക്ഷി തരണമേ എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതിനെയാണ് സ്നാനം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അഥവാ ദൈവത്തോട് നിരന്തരം പാപം ചെയ്തിട്ടും ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിന് വേണ്ടി ഒരു നല്ല മനസ്സാക്ഷി അല്ലെങ്കിൽ ഒരു ശുദ്ധ ഹൃദയം, ഒരു നിർമ്മലമായ ഹൃദയം നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷ കഴിക്കുന്നതാണ് സ്നാനം. പ്രിയമുള്ളവരെ, ഈ സ്നാനത്തോടു കൂടെ മാത്രമേ നമുക്കൊരു നല്ല മനസ്സാക്ഷിയിൽ വീണ്ടും ജനനം ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാകൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച്. എന്താണ് സുവിശേഷം? വചനം ഇപ്രകാരം പറയുന്നു, ദാവീദിന്റെ സന്തതിയായി മരിച്ച്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവനായ യേശു ക്രിസ്തുവിനെ എത്ര ഞാൻ പ്രസംഗിക്കുന്നു, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. കാരണം സുവിശേഷത്തിലൂടെ മാത്രമേ ഒരു മനുഷ്യൻ പാപിയാണെന്നും അവൻ എങ്ങനെ പാപിയായി തീർന്നുമെന്നുള്ള സത്യം നാം ഗ്രഹിക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, പാപിയായ ഒരു മനുഷ്യന് ദൈവത്തോടുകൂടെ വസിക്കേണ്ടതിന് വേണ്ടി എന്തു ചെയ്യണമെന്നുള്ള നിയമവ്യവസ്ഥകളാണ് സുവിശേഷം. അത് കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന് ശേഷം 2000 വർഷം മുമ്പ് പാലസ്തീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ആ ദൈവരാജ്യത്തിന്റെ സന്ദേശം കേട്ട് ആരെങ്കിലും താൻ പാപിയാണെന്നും കർത്താവിന്റെ പാപത്തിന് അവിടുന്ന് പരിഹാരം വരുത്തിയെന്ന് ആരെങ്കിലും വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ ഹല്ലേലൂയ മരണം വിട്ട് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ അവൻ മാനസാന്തരപ്പെട്ട് വീണ്ടും ജനിക്കുന്നു. അഥവാ പിന്നീട് അവന്റെ മേൽ മരണത്തിന് അധികാരമില്ല. ആ വചനം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കാരണം ദൈവത്തിന് മാത്രമേ അമർത്യതയുള്ളൂ. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, താൻ അമർത്യതയുള്ള ദൈവമെന്ന്. അഥവാ മരണമില്ലാത്തവന്റെ ജീവനിൽ നാം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നാമും മരണപ്പെട്ടു പോകുന്നു. അപ്പൊ മരണമില്ലാത്തവന്റെ ജീവനിൽ ജനിക്കേണ്ടതിന് മരണമില്ലാത്തവന്റെ രക്തത്താൽ നാം ഒരിക്കൽ കഴുകപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും നോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ ഇത് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, മറ്റായി സുവിശേഷത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികളിൽ സാക്ഷ്യത്തിനായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ആരെങ്കിലും വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലം രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വർഗത്തിലെ പിതാവ് ഇന്ന് പകൽക്കാലം തന്റെ മക്കളെ അയച്ച് ഈ സന്ദേശം ഇവിടെ അറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഞാനൊരു പാപിയാണ്,
എന്നോട് കരുണ തോന്നണമേ എന്ന്, എന്നെ അങ്ങയുടെ രക്തത്താൽ ഒരിക്കൽ കൂടി കഴുകണമേ, ഒന്ന് കഴുകണമേ എന്ന് ആരെങ്കിലും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരു രൂപ പോലും മുടക്കേണ്ട പ്രിയമുള്ളവരെ. കാരണം ഇന്ന് മതം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മോക്ഷപ്രാപ്തി ലഭിക്കണമെങ്കിൽ, പാപമോചനം ലഭിക്കണമെങ്കിൽ നീ ഇന്നതുപോലെ ചെയ്യണം, ഇന്ന മല കയറണം, ഇന്ന നേർച്ച ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ. 21, 40, 7 നാം ഉപവാസവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നാം അതെല്ലാം ആ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞ്, മതം പറയുന്ന പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു വന്ന് പിറ്റേ ദിവസം തുടങ്ങി അതേ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ പാപം നമ്മിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഹല്ലേലൂയ ഇപ്രകാരമാണ്: വീണ്ടും ജനിക്കുക അഥവാ പുതിയ സൃഷ്ടി ആകുന്നവന് മാത്രമേ പാപത്തിൽ നിന്ന് മോചനമുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ആർക്കെങ്കിലും നമുക്ക് നമ്മുടെ കർത്താവിൽ വിശ്വസിച്ച് പാപമോചനം നേടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നിൽക്കുന്നിടത്ത് നിന്ന് ഒരു പൈസ പോലും മുടക്കണ്ട. നിന്റെ ഹൃദയം കർത്താവിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞാൽ മതി: സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിന്നെ കഴുകി ഇന്ന് പകൽക്കാലം നീ ഒരു പാപമോചനം നേടി ദൈവപുത്രനായി മാറുന്ന പകലായി തീരും. അതുകൊണ്ട് ഇപ്രകാരം പറയുക: യേശുവിനെ കർത്താവ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നുവെങ്കിൽ നീ രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളിൽ ആർക്കെങ്കിലും ആ മനസ്സാക്ഷി നീ ദൈവം തരുന്നുവെങ്കിൽ ഈ ആയിരിക്കുന്ന സ്ഥാനത്ത്, കടകളിലോ ഓട്ടോകളിലോ അതുപോലെ സ്ഥാപനങ്ങളിലോ ആയിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പാകെ നിനക്ക് ഏറ്റുപറയാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ ആരക്കുന്നം ദേശത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിച്ച ഏവരോടുമുള്ള നന്ദി നിറയപ്പെട്ട് മാറ്റമില്ലാത്ത ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇന്ന് കേട്ടതായ ഈ വചനം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച സാവകാശത്തിനായി നന്ദി രേഖപ്പെടുത്തുന്നു. വചനം സംസാരിച്ച കർത്തദാസനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അത് മൊബൈല് മറ്റേ ചാർജ് കുറഞ്ഞു പോയാ.